ഹലോ, എല്ലാവർക്കും ആശിഷ് ടോക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഒരു പ്രഹസനപരമായിട്ടുള്ള ഭയങ്കര ആ, തയ്യാറെടുപ്പുകളൊക്കെ നടക്കുവാനായിട്ട് ഇടയാക്കുന്നുണ്ടല്ലോ. മെസ്സി വരുന്നു, സ്റ്റേഡിയം തയ്യാറാക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അവിടെയൊക്കെ പുല്ല് എല്ലാം പറിച്ചു മാറ്റിയിട്ട് പുതിയത് നടുന്നു, കസേരയെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് സ്റ്റേഡിയത്തെ പുതിയ കസേരകൾ കൊണ്ടിടുന്നു. എല്ലാം ചെയ്ത ശേഷം മെസ്സി വന്നു, മെസ്സി പോയി. എവിടെ വന്നു? മെസ്സി വന്നത് മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് വന്നത്. കേരളത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ല. അപ്പം ഈ പറഞ്ഞ അണ്ണന്മാര് എന്താണ് മറ്റുള്ളവരെ എന്ത് ചെയ്യുമായിരുന്നു? മലയാളികളെ അങ്ങ് ഇതാക്കുമല്ലായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള കുറേ വാർത്ത ഇറക്കുന്നവരെ ഇനിയെങ്കിലും പാഠം പഠിക്കണം. കുറേ ഇങ്ങനെയുള്ള ന്യൂസ് ഇട്ട് മെസ്സി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഫണ്ടൊക്കെ ഇറക്കി കാണുമല്ലോ കേരള സർക്കാർ. അപ്പോൾ ആ ഫണ്ടിൻ്റെ പൈസയൊക്കെ കേരള സർക്കാർ എങ്ങനെയൊക്കെ പൊടിച്ചു എന്നുള്ളത് അതൊക്കെ ഒന്ന് ഇനി വിശകലനം ചെയ്താലേ അതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് മലയാളികളെ പറ്റിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മലയാളികൾ പറ്റിക്കപ്പെടുന്നതിന് ഇങ്ങനെ പല രീതിയിൽ പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് ഈ ഒരു വാർത്തയിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ വാർത്തയും വിശ്വസിക്കാൻ പോകരുത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്നുകൂടെ ഇരുന്ന് ചിന്തിച്ചിട്ടേ ഈ വാർത്തയുടെയൊക്കെ പുറകെ പോകാവൂ. അങ്ങനെ ഓരോ വാർത്ത ഇറക്കിയിട്ട് ഇങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ ദിലീപിൻ്റെ കാര്യം അറിയാമല്ലോ, വണ്ടിയൊക്കെ കയറ്റുന്നു, കൊണ്ടുപോകുന്നു, കേസ് അന്വേഷിക്കുന്നു, അതിൻ്റെ പുറകെ പോകുമായിരുന്നു. ഇപ്പം എന്തായി? എന്തായാലും ഇപ്പോൾ മലയാളികൾക്ക് പ്രബുദ്ധ മലയാളികളെന്ന പേര് പറയുമെങ്കിലും സത്യത്തിൽ ഇങ്ങനെയുള്ള ന്യൂസ് ചാനലുകളെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന, സമയം തള്ളി നീക്കുന്ന മലയാളികൾ ഒന്ന് ഓർക്കുക. പണ്ടത്തെ വാർത്താ ചാനലുകളല്ല ഇന്നത്തെ. അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവരെന്ത് പരിപാടിയും കാണിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കാണുക, എല്ലാം വിശ്വസിക്കരുത്. അതൊന്ന് ഒന്നുകൂടെ ചിന്തിക്കുക. ഓക്കെ.